എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള മുളകും കുടംപുളി ഇട്ട് വെച്ച കിടിലൻ ഒരു മീൻകറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ വേളമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 20 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൽ മല്ലിപ്പൊടിയും ഉള്ളിയും ചേർക്കത്തില്ല. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലോട്ടൊഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 3 പീസ് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ മുളകും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തക്കാളിയുടെ ഗ്രേവിയൊക്കെ ഇറങ്ങി അരപ്പ് സെറ്റായി വന്ന് ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. കറി ഒന്ന് തിളയ്ക്കട്ടെ. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ പറക്കി ഇട്ട് കൊടുക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മല്ലിപ്പൊടിയും ഉള്ളിയും ചേർക്കത്തില്ല. ഇതിനൊന്ന് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിലോട്ട് ഒരു 3 ഇതള് കറിവേപ്പില തണ്ടോടെ ഇട്ട് 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി ഉടച്ച ചീനിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് 2-3 ദിവസം പുറത്തിരുന്നാലും ചീത്തയാവത്തില്ല. ഈ റെസിപ്പി ഇഷ്ടമായ എന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ.